എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം ചാനൽ സുഹൃത്തുക്കളെ, നമുക്കിന്ന് മിഥുനൻ രാശിയെപ്പറ്റി ഒന്ന് ചിന്തിക്കാം. പൊതുവെ മിഥുനൻ രാശി നവംബർ മാസം, അതായത് 2025 നവംബറിൽ വളരെ നല്ല ഒരു സ്റ്റേജിലേക്ക് വരുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ശുഭഗ്രഹങ്ങളായ ശുക്രനും വ്യാഴവും, പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെ 2ാം ഭാവസ്ഥിതി, ശുക്രൻ്റെ 5ാം ഭാവസ്ഥിതി, അതും വ്യാഴം വന്ന് കർക്കിടകത്തിൽ ഉച്ചത്തിൽ നിൽക്കുന്ന ഒരു സ്ഥിതി, ശനി 10ാം ഭാവത്തിൽ, ഇങ്ങനെയൊക്കെയാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ പൊതുവെ വന്നിട്ട് വളരെ ബുദ്ധിമുട്ടില്ലാത്ത, അതിലും പ്രത്യേകിച്ച് വ്യാഴം ഉച്ചത്തിൽ 2ാം ഭാവത്തിൽ നിൽക്കുന്നത് പൊതുവെ മിഥുനൻ രാശിക്ക് വളരെ പ്രയോജനപ്പെടും. പിന്നെ നമുക്കറിയാം, മിഥുനൻ രാശി എന്ന് പറയുമ്പം ഒരു വളരെ ശക്തിയുള്ള ഒരു രാശിയാണ്. വ്യാഴത്തിൻ്റെ 2ാം ഭാവസ്ഥിതി എപ്പോഴും നല്ല വാക്കുകളും നല്ല കുടുംബവും, എന്താണെന്ന് വെച്ചാൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സ്ഥിതിയിലേക്ക് ഈ മിഥുനൻ രാശിക്ക് കൊണ്ടുവരും എന്നുള്ളതാണ്. എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അത് തീർച്ചയായിട്ടും ഈ ഒരു 46 ദിവസം ഞാൻ പറഞ്ഞ അതിസാരം, അതായത് വ്യാഴത്തിൻ്റെ മഹാപരിവർത്തനം വളരെ പ്രയോജനപ്പെടുത്താം നിങ്ങൾക്ക്. മിഥുനൻ രാശി ബുധൻ്റെ രാശിയാണ്. അത് വളരെ എജൈലാണ്, വളരെ സ്ട്രോങ് ആണ്, വളരെ ബുദ്ധിപൂർവ്വമുള്ള രാശിയാണ്. എന്നൊക്കെ ഇരുന്നാലും മിഥുനൻ രാശിയുടെ ചില ദയാഗുണങ്ങൾ, അതായത് മിഥുനൻ രാശി മറ്റുള്ളവരെ വളരെ വളരെ ദയയോട് ചിന്തിക്കുന്നവരായിരിക്കും. വളരെ പിശുക്ക് കാണിക്കത്തൊന്നുമില്ല. കഴിയുന്നതും മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു ചിന്ത എപ്പോഴും മിഥുനൻ രാശിക്ക് ഉണ്ടായിരിക്കും. ഇത് ചില സമയത്തൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും. അതായത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിഥുനൻ നമ്മുടെ ആരൂഢത്തിലെ ബുധൻ സ്ട്രോങ് ആണ്, വളരെ പോസിറ്റീവായിട്ട് നിൽക്കുകയാണ്, നല്ല ബലവാനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മിഥുനൻ രാശിയെ അത് വളരെ നന്നായിട്ട് കൊണ്ടുപോകും. നല്ല രീതിയിലുള്ള ഒരു നല്ല ബാങ്കോ അല്ലെങ്കിൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ നല്ല തരത്തിലുള്ള ബ്രെയിൻ ഉപയോഗിക്കേണ്ട, അതായത് മാത്സ് അങ്ങനെയുള്ള ബ്രെയിൻ ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളിലൊക്കെ ചാർട്ടേഡ് അക്കൗണ്ടൻസി, ഇതിലൊക്കെ അവരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷേ മിഥുനൻ രാശിയുടെ ബുധൻ ആരൂഢത്തിൽ ദോഷകരമായിട്ടുള്ള ഒരവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ പലരും ട്രേഡിങ് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ ഇതിലൊക്കെ പോയി പെട്ട് വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് ആ മിഥുനൻ രാശിക്കാരെയും നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? അപ്പം പൊതുവേ നമ്മൾ ഇപ്പം നവംബറിൻ്റെ കാര്യം പറയുമ്പോൾ നന്നായിട്ടുള്ള ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിലും നമ്മളുടെ ജാതകത്തിൻ്റെ മിഥുനൻ രാശിയുടെ, അതായത് ബുധൻ്റെ അവസ്ഥ തീർച്ചയായിട്ടും മിഥുനൻ രാശിയെ നല്ലതോ ചീത്തയോ ആക്കാൻ വളരെ പര്യാപ്തമാണ്. പിന്നെ അടുത്തത് നമ്മൾ പറയുന്നതാണെങ്കിൽ ഈ സമയം, അതായത് നവംബർ 25 ഇൻവെസ്റ്റ്മെൻറ്റ്സിനൊക്കെ നന്നായിട്ടുണ്ടാകും. കാരണം പ്രത്യേകിച്ച് ഗോൾഡിൽ, കാരണം ഗോൾഡ് എന്ന് പറയുമ്പം ഗുരുവാണ്, അത് 2ാം ഭാവത്തിൽ ഉച്ചത്തിലാണ്. എന്തെങ്കിലുമൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഈ സമയത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും, അതാണ് സത്യം. അത് പോസിറ്റീവായിട്ട് വർക്കാവുകയും ചെയ്യും, നെഗറ്റീവായിട്ടൊന്നും വർക്കാവില്ല. നല്ല പോസിറ്റീവായിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ ചെയ്യാൻ കാരണമുണ്ട്. അതുപോലെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം നല്ല മൈൻഡ് ഫ്രഷ് ആയിരിക്കും, നല്ല നോളജ് ഉണ്ടായിരിക്കും, മെമ്മറി കൂടുതലായിരിക്കും. പിന്നെ ഈ സമയത്ത് പെർഫെക്റ്റ് മൈൻഡ് സെറ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ മിഥുന രാശിക്ക് ഈ ഒരു സമയം നവംബറിൽ നന്നായിരിക്കും, പ്രൊവൈഡഡ് ബുധൻ നന്നായിരിക്കണമെന്ന് മാത്രം. പിന്നെ മിഥുനൻ രാശിയിലുള്ള സ്ത്രീകൾക്ക് സാധാരണ ഒരു മനോവിഷമമുള്ള ഒരു സ്വഭാവം എപ്പോഴും ഉണ്ടായിരിക്കും. എന്തെങ്കിലും ഒരു വിഷമം അവരുടെ മനസ്സിനെ ബാധിച്ചുകൊണ്ടേയിരിക്കും. എന്തെങ്കിലും കുടുംബപരമായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലോ മനസ്സ് എപ്പോഴും വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കും പൊതുവെ. പക്ഷേ ഈ ഒരു സമയം കുറച്ച് സമാധാനം കിട്ടാനുള്ള വഴിയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ 30 ദിവസം ഉണ്ടല്ലോ, ഒക്ടോബർ 18 വ്യാഴം കർക്കിടകത്തിലേക്ക് മാറിയിട്ടുണ്ട്. അത് പക്ഷേ അത് തിരിച്ചു വരും. എന്നാലും കുഴപ്പമില്ല, നമുക്കിനി ഒരു 6-7 മാസത്തിനുള്ളിൽ തന്നെ വീണ്ടും അത് അടുത്ത വർഷം ഗുരുവിൻ്റെ കർക്കിടകത്തിലുള്ള ഉച്ചസ്ഥാനം തീർച്ചയായിട്ടും മിഥുനത്തിന് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ച് പ്ലാൻ ചെയ്യാം. ചില കാര്യങ്ങളൊക്കെ ഒന്ന് തൽക്കാലം ഒതുക്കി വെച്ചിട്ട് അടുത്ത ഗുരു പകർച്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ബുദ്ധിപൂർവ്വം ചെയ്യാവുന്ന കാര്യങ്ങളാണ്.
ഈ പൊതുവെ ശുക്രനും അതുപോലെ തന്നെ 5-ാം ഭാവത്തിലേക്ക് പോകുന്നു. സൗഭാഗ്യത്തിൻ്റെ സമയമാണ്. നല്ല ഒരു പിന്നെ എന്താ പറയുന്നത്, നല്ല ശുക്രൻ്റെ കാലഘട്ടങ്ങളൊക്കെ ഒരു സന്തോഷമായിട്ട് തന്നെ നിൽക്കും. അതൊക്കെ ഈ സമയത്ത് ഈ ഒരു മാസം നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇതിൻ്റെ പിന്നെ ഇതിൽ 3 നക്ഷത്രങ്ങളാണ് നമുക്കറിയാം. മകയിരത്തിൻ്റെ 30, ലാസ്റ്റ് 30, തിരുവാതിരയുടെ ഒരു ഫുൾ നക്ഷത്രം, പുണർദത്തിന് 45 നാഴിക. അപ്പോൾ അങ്ങനെ 3 നക്ഷത്രങ്ങളാണ് മിഥുനത്തിലുള്ളത്. മകയിരം എന്ന് പറയുമ്പോൾ ചൊവ്വയുടെ നക്ഷത്രം, തിരുവാതിര എന്ന് പറയുമ്പം രാഹുവിൻ്റെ നക്ഷത്രം, പുണർദം എന്ന് പറയുമ്പോൾ ഗുരുവിൻ്റെ തന്നെ നക്ഷത്രം. അങ്ങനെ 3 നക്ഷത്രങ്ങളാണ്. 3നും 3 തരത്തിലുള്ള സ്വഭാവമായിരിക്കും. പൊതുവേ മിഥുനത്തിൽ നല്ല എജയിലാണെങ്കിലും മകയിരം നക്ഷത്രം എപ്പോഴും വന്നിട്ട് വളരെ ഷാർപ്പ് ഷൂട്ടേഴ്സ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്ന് ഒരു സഡനായിട്ട് ഡിസിഷൻ എടുക്കുന്നവരായിരിക്കും. ബുധൻ്റെ ഒരു അവസ്ഥ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ ചില സമയത്തൊക്കെ ഇത് ഒരു കൺഫ്യൂഷനിലേക്ക് വരാൻ കാരണം കാണും. രാഹു അതുപോലെ തന്നെ ബുധനും രാഹുവും കൂടെ ചേരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുള്ളൂ. ഈ ലക്ഷം 10,000 അതൊന്നും ചിന്തിക്കത്തില്ല. കോടി ശതകോടികളെപ്പറ്റി മാത്രം ചിന്തിക്കുന്നത്. അതായത് ഏത് കാര്യത്തെ രാഹു അങ്ങ് വലുതാക്കും, വലിയ ഇതാക്കും, പിന്നെ ബലൂൺ വീർപ്പിക്കുന്ന മാതിരി വീർപ്പിക്കും. അതുപോലുള്ളൊരു ചിന്തയായിരിക്കും. അപ്പോൾ ബുധനും കൂടെ ചേർന്ന് കഴിയുമ്പം അവരുടെ ചിന്തകൾ മുഴുവൻ അങ്ങനെയുള്ളൊരു കാൽക്കുലേഷനിലേക്കായിരിക്കും എപ്പോഴും. ഓക്കെ. ഗുരു പൊതുവെ പുണർന്ന നക്ഷത്രം പൊതുവെ വന്നിട്ട് സൗമ്യമായിരിക്കും. വളരെ ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിച്ച് ബുദ്ധിപൂർവമായിട്ട് എടുക്കാൻ പുണർന്ന നക്ഷത്രത്തിന് എപ്പോഴും കഴിയും. അതുപോലെ തന്നെ ഈ DNA പറ്റി പറയുമ്പോൾ, ഞാൻ ഈ പരിഹാരങ്ങളെപ്പറ്റി പറയുമ്പോൾ, അതുപോലെ പരിഹാരങ്ങളെപ്പറ്റി പറയുന്നതിന് മുമ്പ് ഇതിപ്പം പുണർന്ന നക്ഷത്രം എന്ന് പറയുന്നത് മകയിരം നക്ഷത്രം എന്ന് പറയുമ്പം അതിൽ ശനി ഭഗവാൻ 21ാമത്തെ നക്ഷത്രമാണ്. പിന്നെ പുരുട്ടാതിയിലാണ്. അതുപോലെ തന്നെ പിന്നെ ഗുരു ഭഗവാൻ വന്നിട്ട് പുണർന്ന നക്ഷത്രം 3ാമത്തെ നക്ഷത്രത്തിലുമാണ്. അപ്പം ഈ പൊതുവെ 3 എന്ന് പറയുമ്പോൾ കുറച്ച് ആവശ്യമില്ലാത്ത അലച്ചിലുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കാം മകയിരം നക്ഷത്രത്തിന്. കുറച്ച് അതായത് നേരെ പോകേണ്ടടുത്തുനിന്ന് ചുറ്റി വളഞ്ഞ് പോകേണ്ട ഒരു ഗതികേട് വരും. പക്ഷേ തിരുവാതിരയെ സംബന്ധിച്ചോളം പിന്നെ ധനനക്ഷത്രം ശനിയാകട്ടെ 20ാമത്തെ നക്ഷത്രത്തിലും ഗുരുവാകട്ടെ 2ാമത്തെ നക്ഷത്രമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തിരുവാതിര നക്ഷത്രത്തിനെ സംബന്ധിച്ചിടത്തോളം പൈസ വരാൻ നല്ല സമയമാണിത്. നല്ല പണം വരാനുള്ള ഒരു ജാക്ക്പോട്ടൊക്കെ അടിക്കാനുള്ള വളരെ പറ്റിയ സിറ്റുവേഷനാണിത് കേട്ടോ. അതുപോലെ പുണർദത്തിനെ സംബന്ധിച്ചിടത്തോളം വന്ന് ജന്മധാരയാണ്. 19ഉം ശനി 19ാമത്തെ നക്ഷത്രത്തിലും ഗുരു 1ാമത്തെ നക്ഷത്രത്തിലാണ്, ജന്മധാരയിലാണ്. മനസ്സ് കുറച്ച് വിഷമമൊക്കെ ഉണ്ടാക്കി. ജന്മധാര എന്ന് പറയുമ്പോൾ മനസ്സ് കുറച്ച് വിഷമം ഉണ്ടാക്കുന്ന നക്ഷത്രമാണ്. എന്നാലും കാര്യങ്ങളൊക്കെ ഒരുമാതിരി പോസിറ്റീവായിട്ട് നടക്കുന്ന മനസ്സ് കുറച്ച് ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കും, വിഷമിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ഇത് പുണർദ നക്ഷത്രത്തിൻ്റെ ഈ നവംബർ മാസത്തെ കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ നക്ഷത്രങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആരൂഢത്തെപ്പറ്റി മനസ്സിലാക്കണം. നമ്മൾ എല്ലാവർക്കും തന്നെ അത് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഒരു പൊതുവായിട്ടുള്ളൊരു വിവരം നമ്മൾ പറയുന്ന പോലെ ലഗ്നം എന്താണ്, നമ്മുടെ രാശി എന്താണ്, ഇതൊക്കെ നമുക്കൊന്ന് എപ്പോഴും അറിഞ്ഞിരിക്കണം. അതുപോലെ ഇപ്പോഴത്തെ ദശാബുദ്ധി എന്താണ്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് ഏത് കാര്യങ്ങളും നമുക്ക് എങ്ങനെയാണ് നമുക്ക് വരാൻ പോകുന്നതെന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റും. അത് തീർച്ചയായിട്ടും നല്ലൊരു ആചാര്യനെ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഉദാഹരണമായിട്ട് ബുധദശയായിരിക്കാം. ആ ബുധദശ ചിലപ്പോൾ മാരകനായിരിക്കാം നടന്നുകൊണ്ടിരിക്കുന്നത്, വേദകനായിരിക്കുന്നതിൻ്റെ ദശയായിരിക്കാം. അപ്പോൾ നമുക്ക് നെഗറ്റീവായിട്ട് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ബുധൻ വന്നിട്ട് സ്ട്രോങ് ആയിട്ടുള്ളൊരു ജാതകത്തിലാണെങ്കിൽ ബുധദശയാകുമ്പോൾ വളരെ പഠിപ്പുകൾ വിദ്യാഭ്യാസമൊക്കെ നന്നായിട്ട് പോകും. അല്ലെങ്കിൽ പൈസ കിട്ടാൻ നല്ല ചാൻസുള്ള സമയം, അതായത് നല്ല എജൈലായിട്ടുള്ളൊരു സമയമാണ്. ബുധൻ എന്ന് പറഞ്ഞാൽ രാജകുമാരൻ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജാതകം ഒരു നല്ലൊരു ആചാര്യനെ കൊണ്ടൊന്ന് അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദശാബുദ്ധി മാത്രമേ മാറുകയുള്ളൂ. മറ്റേ ലഗ്നവും രാശി എപ്പോഴും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ ഏറെക്കുറെ അവരവർക്ക് തന്നെ കാര്യങ്ങളൊക്കെ ഒരു മാതിരി വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ചിന്തിക്കാൻ എളുപ്പമാണ്. അപ്പം ഞാനീ പറഞ്ഞത് ഇനിയിപ്പോൾ നമുക്ക് പൊതുവേ ഉള്ള പരിഹാരത്തിൻ്റെ കാര്യം പറയാം. ഇപ്പോൾ ഇതൊന്നും ഞാൻ ഗ്രഹബലമൊന്നും കാൽക്കുലേറ്റ് ചെയ്തല്ല പറയുന്നത്, എന്നാലും പറയുകയാണ്. പൊതുവേ പിന്നെ നമുക്കൊരു മകയിരം നക്ഷത്രമാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ DNA എന്ന് പറയുന്നത് പിന്നെ ഗുരുവിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഗുരുവിൻ്റേതാകുമ്പോൾ നമുക്ക് നെയ്യെന്ന് ഉദ്ദേശിക്കാം. അതിൻ്റെ പിന്നെ ധാതു നെയ്യാണ്. അപ്പം നെയ്യും മകയിരം നക്ഷത്രത്തിൻ്റെ അധിപനായിട്ട് ചൊവ്വയും
രാശ്യാധിപനായിട്ടുള്ള ബുധൻ. അപ്പോൾ ഇത് മൂന്നും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇത് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി ജീവികൾക്ക് കൊടുക്കാൻ പറ്റും. ഇതൊരു കർമ്മപരിഹാരമാണെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ പിന്നെ തിരുവാതിരയ്ക്കാണെങ്കിൽ അതുപോലെ രാഹുവാണ്. അതുപോലെ രാഹു ശുക്രൻ ബുധനാണ്. അപ്പോൾ മധുരവും ഉണ്ടാക്കാം. രാഹു എന്ന് പറയുമ്പോൾ മഞ്ഞ കളറുള്ള എല്ലാം രാഹുവിൽ പെട്ടതാണ്. പിന്നെ ഞാനൊന്ന് പണ്ട് എൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, നൂഡിൽസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും നൂഡിൽസ് ഒരു രാഹുവിൻ്റെ പരിഹാരമാണ്. നമ്മുടെ ലാൽ കിതാബിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതൊക്കെ പറയുന്നുണ്ടാവും. നിങ്ങളതൊക്കെ ആ ബുക്സൊക്കെ ഒന്ന് വായിച്ച് നോക്കിയാൽ അറിയാം. അപ്പം അതായത് രാഹു എന്ന് പറയുമ്പോൾ സ്പൈറൽ ആയിട്ടുള്ള ഒരു ഇതന്നെ ഉള്ളൂ. അപ്പോൾ അത് തന്നെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഭക്ഷണം അങ്ങനെ നമുക്ക് ഉദ്ദേശിക്കാം. പിന്നെ ശുക്രൻ എന്ന് പറഞ്ഞാൽ മധുരമാണ്. തീർച്ചയായിട്ടും DNA ശുക്രനായിരിക്കുമ്പം ബുധനും കൂടെ ഉള്ളപ്പം നമുക്ക് അതെന്താ അത് നമുക്ക് മനസ്സിലാക്കാം. ബുധൻ എന്ന് പറഞ്ഞാൽ ചെറുപയർ, പച്ചപ്പയർ, ഇതൊക്കെ ബുധനാണ്. ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ തന്നെ ബുധനാണ്. ചെടികൾ, അതായത് പച്ച കളറുള്ള ചെടികൾക്ക് വെള്ളം നമ്മൾ കൊടുക്കാതെ തന്നെ അത് ബുധന് പരിഹാരം തന്നെയാണ്. അതുപോലെ പുണർദം എന്ന് പറയുന്നത് നമുക്കറിയാം നെയ്യ്. പിന്നെ ശനി എന്ന് പറയുമ്പോൾ നല്ലെണ്ണ. അപ്പോൾ ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ധാതുക്കളൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ ധാതുക്കളെ വെച്ച് നമുക്ക് തന്നെ പരിഹാരം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയുള്ളൂ സുഹൃത്തുക്കളെ. അതായത് കർമ്മദോഷങ്ങൾ മാറ്റണമെങ്കിൽ നമ്മൾ എപ്പോഴും, അതേപോലെ നെഗറ്റീവായിട്ടുള്ള ഇവിടെ ആചാര്യന്മാരുടെ പങ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ആത്മീയ പരിഹാരങ്ങളിൽ ചെറുത് കറക്റ്റായിട്ടുള്ള കോമ്പിനേഷൻസിലുള്ള ഏത് ക്ഷേത്രത്തിൽ പോകണം, എവിടെ പോയാലും. ഉദാഹരണമായിട്ട് നമുക്കറിയാം ശനിയും ഗുരുവും കൂടെ നിൽക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഗുരുവായൂർ പോകണം. അപ്പോൾ അങ്ങനെ ഓരോന്നിനും ഓരോ അവസ്ഥകളുണ്ട്. ഓരോ നമ്മുടെ ആചാര്യന്മാരാൽ നിർമ്മിക്കപ്പെട്ട ഓരോ ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ ആ ക്ഷേത്രങ്ങളിൽ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്ത് വിടുക. അതുപോലെ ധാന്യങ്ങളെപ്പറ്റി പറഞ്ഞു കൊടുക്കുക. അതുപോലെ ഗ്രഹത്തിൻ്റെ ബലം കൂടുതലാണോ കുറവാണോ. ഇപ്പോൾ ഗ്രഹബലം കുറവാണെങ്കിൽ കർമ്മപരിഹാരങ്ങളായിരിക്കും അവർക്ക് നല്ലത്. ഗ്രഹബലം കൂടിയ ആത്മീയ പരിഹാരങ്ങളായിരിക്കും നല്ലത്. അപ്പം അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനാണ് ശരിക്കും ആചാര്യന്മാരെ അവിടെ ആവശ്യം. സാധാരണ ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോ വളരെ ചുരുക്കുകയാണ്. എല്ലാവരും എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാനും അത് പറ്റി കമൻറ്റ് ചെയ്യാനും പിന്നെ മറ്റുള്ളവരിലേക്ക് എന്താ പറയുന്നത് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് പിന്നെ മനസ്സിലാക്കി കൊടുക്കാനും ശ്രമിക്കുക. എല്ലാവർക്കും എന്തെങ്കിലും തരത്തിലുള്ള ജാതക ആവശ്യങ്ങളോ എന്തെങ്കിലും ഹോറോസ്കോപ്പ് നോക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമസ്കാരം. താങ്ക് യു.